ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹന്നാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക കൊണ്ടുള്ള നല്ല രുചിയുള്ള ഒരു കിണ്ണത്തപ്പമാണ്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഈ കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1 ഗ്ലാസ് പച്ചരി എടുത്തിട്ട് ഒരു 4-5 മണിക്കൂർ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നല്ലപോലെ കുതിർന്നിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം ഒന്ന് നമുക്ക് മാറ്റണം. അതിനുവേണ്ടി ഇതൊന്ന് ഒരു അരിപ്പയിലോട്ടൊന്ന് വാരി വെക്കണം. അതുപോലെ തന്നെ ഈ കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ചക്ക വരട്ടിയതാണ് എടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു 1.5 കപ്പോളം ഉണ്ട്. ചക്ക വരട്ടിയതോ അല്ലെങ്കിൽ ചക്കപ്പഴം വേണമെങ്കിലും ഉപയോഗിച്ച് കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ പറ്റും. ചക്കപ്പഴം ആണെങ്കിൽ നല്ല പഴുത്ത ചക്കച്ചോള എടുത്തിട്ട് അത് മിക്സിയിലൊന്ന് അരച്ചിട്ട് ഇതിൽ ചേർത്ത് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഈ പച്ചരി നമുക്കിനി ഒന്ന് അരച്ചെടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ ചക്ക വരട്ടിയതിന് അത്യാവശ്യം നല്ല മധുരമുണ്ട്. അത് വരട്ടിയ സമയത്ത് അതിൽ ശർക്കരയൊക്കെ ചേർത്ത് നല്ലപോലെ വരട്ടിയെടുത്തതാണ്. എന്നാലും ഇതിൽ ചേർക്കാൻ വേണ്ടി ഞാനൊരു 1 കപ്പ് ശർക്കര എടുത്തിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്തൊന്ന് ഉരുക്കിയുടെ വെച്ചിട്ടുണ്ട്. ഇനി ഈ കിണ്ണത്തപ്പത്തിന് വേണ്ടിയുള്ള ബാറ്റർ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഈ മിക്സിയുടെ ജാറിലോട്ട് ആ കഴുകി വാരി വെച്ചിരുന്ന അരി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ആ ചക്ക വരട്ടിയതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഈ ശർക്കര പാനി ചേർത്തിട്ടാണ് ഇത് അരച്ചെടുക്കാൻ പോകുന്നത്. ഇത് ആ അരിയും ചക്ക വരട്ടിയതും എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയാണ് ഇത് മിക്സിയിൽ അരച്ചെടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചക്ക വരട്ടിയത് മിക്സിയിൽ അരയ്ക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് അത് കറങ്ങി വരാനൊക്കെ. പിന്നെ അങ്ങനെ ആകുമ്പോഴത്തേക്ക് അതിലോട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ. ഇതിനി നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. പിന്നെ ഈ കിണ്ണത്തപ്പത്തിൽ ചേർക്കാൻ വേണ്ടി ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതിനുവേണ്ടി ഈ പാനിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് കരിഞ്ഞു പോകാതെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കാം. എന്നിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. നേരത്തെ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന കിണ്ണത്തപ്പത്തിൻ്റെ ബാറ്റർ നമുക്കിനി പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് ശർക്കരപ്പാനി ചേർത്താണല്ലോ ഇത് അരയ്ക്കുന്നതെന്ന് പറഞ്ഞല്ലോ. പക്ഷേ അങ്ങനെ ചേർക്കുമ്പോഴത്തേക്ക് ഇത് അരഞ്ഞ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ചക്ക വരട്ടിയത് നല്ല കട്ടിയായിട്ടാണല്ലോ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിലോട്ട് വീണ്ടും ഒരു 1.5 ഗ്ലാസോളം വെള്ളം കൂടി ചേർത്തിട്ടാണ് ഇത് അരച്ചെടുത്തത്. ഇപ്പോൾ ഞാൻ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്കാപ്പൊടി ചേർക്കുമ്പോൾ ഈ കിണ്ണത്തപ്പത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി ഇതിലോട്ട് ഒരു 1 ടേബിൾ സ്പൂൺ എള്ളും കൂടി ചേർത്ത് കൊടുക്കാം. എള്ള് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ എള്ള അതിലുണ്ടെങ്കിൽ കിണ്ണത്തപ്പം കാണാനും നല്ലൊരു ഭംഗിയായിരിക്കും. അതുകൊണ്ട് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിനൊരു സോഫ്റ്റ്നെസ് കിട്ടുന്നതിന് വേണ്ടി ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തും ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിന് പകരം വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് നെയ്യിൽ വറുത്ത് വേണമെങ്കിലും ചേർക്കാം. ഇനി തവ ഉപയോഗിച്ച് ഈ ബാറ്റർ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതേ മാവ് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഉണ്ണിയപ്പം വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. ഇത് ഉണ്ണിയപ്പത്തിൻ്റെയൊക്കെ അതേ ഒരു കൂട്ടായിട്ട് തന്നെയാണ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത്. പക്ഷേ ഉണ്ണിയപ്പം ആകുമ്പോൾ എണ്ണയിൽ നമ്മൾ പൊരിച്ചാണല്ലോ എടുക്കുന്നത്. കിണ്ണത്തപ്പം ആകുമ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും. അതിനൊരു അലുവാടയൊക്കെ ഒരു ടേസ്റ്റ് പോലെ അതേ ഒരു ടെക്സ്ചറിലൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും. കിണ്ണത്തപ്പം ആവിയിൽ നമ്മൾ പുഴുങ്ങിയെടുക്കുകയാണല്ലോ. ഇതിപ്പം മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു നെയ്മയം പുരട്ടിയ പാത്രത്തിലേക്ക് ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നല്ലതുപോലെ നെയ്യ് തടവി കൊടുക്കണം. അതിൻ്റെ സൈഡിലും താഴെയെല്ലാം തടവി കൊടുക്കണം. ഇനി ബാറ്റർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഗ്യാസ് ഒന്ന് ഓണാക്കാം. അതിനുശേഷം വെള്ളം നല്ലതുപോലെ തിളച്ച് നല്ല ആവിയൊക്കെ വന്നതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തീ കുറച്ച് വെച്ചിട്ട് ഇത് നമുക്ക് വേവിച്ചെടുക്കണം. ഏകദേശം ഒരു 25-30 മിനിറ്റെങ്കിലും വേണ്ടി വരും ഇത് വേവിച്ചെടുക്കാൻ. ഇതുപോലെ 2 പാത്രത്തിൽ ഒഴിക്കാൻ പാകത്തിന് ബാറ്റർ ഉണ്ടായിരുന്നു. ഞാനിവിടെ 2ആയിട്ടാണ് ഇത് ഒഴിച്ച് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഗ്യാസ് ഓഫാക്കി ഇനി പാത്രം ഒന്ന് തുറന്ന് നോക്കാം. കിണ്ണത്തപ്പം വെന്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ഇതിലോട്ട് ഒരു സ്ക്യൂറോ അല്ലെങ്കിൽ എന്തോ ഫോർക്കോ കത്തിയോ എന്തെങ്കിലും കൊണ്ടൊന്ന് കുത്തി നോക്കിയാൽ മതി. ഇത് കണ്ടോ, ഇതിലൊന്നും ഒട്ടും പറ്റി പിടിച്ചിട്ടൊന്നുമില്ല. ഇത് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇത് ഞാൻ 2ാമത്തെ ബാച്ച് വേകാൻ വേണ്ടി വെച്ചതാണ്. അത് ഞാൻ വെച്ചപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു അലുമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ
ഈ കിണ്ണത്തപ്പത്തിലോട്ട് ഇത് വേവുന്ന സമയത്ത് വെള്ളമൊന്നും വീഴാതിരിക്കും, അല്ലെങ്കിൽ ഈ ആവി അടിച്ചുള്ള വെള്ളമൊക്കെ ഇതിൻ്റെ മുകളിലോട്ട് വീഴാൻ ചാൻസ് ഉണ്ട്. ഇതും ഇപ്പം വെന്തിട്ടുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതും വെന്തിട്ടുണ്ട്. അങ്ങനെ 2 ബാച്ച് കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പുറത്തോട്ട് എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് തണുക്കണം. തണുത്തതിന് ശേഷം മാത്രമേ ഉള്ളൂ കട്ട് ചെയ്യാവുള്ളൂ. ചൂടോടുകൂടി നമ്മൾ കട്ട് ചെയ്താൽ നമ്മൾ കട്ട് ചെയ്യുന്ന ആ കത്തിയിലൊക്കെ ഇതിങ്ങനെ പറ്റി പിടിച്ചിരിക്കും. ഈ കിണ്ണത്തപ്പം ചക്കപ്പഴവും കൊണ്ടും ഉണ്ടാക്കാം, അതുപോലെ തന്നെ ചക്ക വരട്ടിയത് കൊണ്ടും ഉണ്ടാക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് ചക്ക വരട്ടിയതെന്ന കണക്കിലാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ചക്കയുടെ സ്വാദ് മുമ്പിൽ നിൽക്കും. ചക്കയൊക്കെ ഒത്തിരിയുള്ള സമയത്ത് ഇങ്ങനെ ചക്കപ്പഴം എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഏത് സമയത്തും ഇതുപോലെ കിണ്ണത്തപ്പമൊക്കെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ് ഈ കിണ്ണത്തപ്പത്തിന്. അതുപോലെ തന്നെ ഒരു അലുവയുടെയൊക്കെ അതുപോലെ തന്നെ സോഫ്റ്റ്നെസ്സും ഉണ്ട് ഇതിന്. ഉണ്ടാക്കാനും നല്ല എളുപ്പമല്ലേ. അരി വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ അത്യാവശ്യം ഒന്ന് തണുത്തിട്ടുണ്ട്, അതുകൊണ്ട് നല്ല സോഫ്റ്റാണ്. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.